ഇടുക്കിയിലേക്ക് പോയാൽ ഇടുക്കിയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി വലിയ വിജയപ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി ഉള്ളത്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് കൂടാതെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൂടി ഇത്തവണ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ആം ആദ്മി പാർട്ടി പ്രചരണവും ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പേ തന്നെ ഇടുക്കിയിൽ പരസ്യപ്രചാരണം ആരംഭിച്ചായിരുന്നു ആം ആദ്മി ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കരിമണ്ണൂർ ഡിവിഷൻ സ്ഥാനാർത്ഥിയായ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ മറ്റു മുന്നണികളെക്കാൾ ഒരു മുഴം മുമ്പേ പ്രചാരണം തുടങ്ങിയിരുന്നു. മുമ്പ് മത്സരിച്ച 2 തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച ചരിത്രവുമായാണ് ബേസിൽ ഇത്തവണ ജനവിധി തേടുന്നത്. പുതിയ വാർഡ് വിഭജനത്തിൽ കരിമണ്ണൂർ സീറ്റ് ജനറലായതോടെയാണ് മുളപ്പുറം സ്വദേശിയായ ബേസിൽ 3ാം അംഗത്തിനിറങ്ങിയത്. 2004-ൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി മുളപ്പുറം വാർഡിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് ബേസിൽ ജോൺ കന്നിയംഗം ജയിച്ചത്. പിന്നീട് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് മുഖ്യധാരാ പാർട്ടികളുടെ പിന്തുണ ഇല്ലാതെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി. ഈ അനുഭവ സമ്പത്താണ് ബേസിലിന്റെ ഇത്തവണത്തെ മത്സരത്തിന്റെ ആത്മവിശ്വാസം. ഈ 16 ജനപ്രതിനിധികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഈ സർക്കാർ നൽകിയ പണം ഒന്ന് വിനിയോഗിക്കുന്നതിന് പോലും ഇവർക്ക് സാധിച്ചില്ല എങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും മുഖ്യമായ കടമ. ആ കടമ നിർവഹിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഫണ്ടിന്റെ പകുതി പോലും കരിമണ്ണൂർ ഡിവിഷനിൽ ചെലവഴിക്കാത്തതും ആം ആദ്മി ഇത്തവണ ഉയർത്തിക്കാട്ടുന്നുണ്ട്. പാതിവില തട്ടിപ്പിൽ നൂറുകണക്കിന് ആളുകൾ ഇരയായിട്ടും മുഖ്യധാര മുന്നണികൾ പ്രശ്നം ഗൗരവമായി പരിഗണിക്കുന്നില്ല എന്നതും ആം ആദ്മി പ്രചാരണ വിഷയമാക്കുന്നു. ഇവ കൂടാതെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഡിവിഷനിലെ വികസന മുരടിപ്പ് തുടങ്ങിയ വിഷയങ്ങളും ഉന്നയിച്ചാണ് ബേസിൽ ജോൺ വോട്ട് തേടുന്നത്. ന്യൂസ് 18 ഇടുക്കി.